നമ്മളങ്ങനെ ചക്ക ഒരെണ്ണം പറിക്കുകയാണ്. പഴുത്ത ഉണ്ടോ ഇതിൻ്റെ ഫുഡാണ്. അത് കണ്ടോ, നല്ല അടിപൊളി പൊടിമീൻ ഫ്രൈയും മത്തി ഫ്രൈയും സാമ്പാർ എരിശ്ശേരി എന്തോ ഇതൊക്കെ ഇവിടെ വയ്ക്കുക. വിഭവസമർത്ഥമായിട്ടുള്ള ഫുഡാണ്. നമ്മുടെ ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ്. ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പം ഒരു ഹോസ്പിറ്റൽ സന്ദർശനമൊക്കെ അങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താ, നമ്മുടെ തിരുവല്ലയിലെ നമ്മുടെ TMM ഹോസ്പിറ്റലിലാണ് നമ്മൾ അഡ്മിറ്റ് ആയത്. അപ്പോൾ എന്താണ്ട് തിരുവല്ലയുടെ ദൃശ്യങ്ങൾ നമുക്കിങ്ങനെ ജനലിലൂടെ ഇങ്ങനെ കണ്ടിരിക്കാം. ഉണ്ടോ, TMM ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങും അതുപോലെ തന്നെ തൊട്ടപ്പുറം എൻ്റെ തിരുവല്ല ടൗണിൻ്റെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. കല്യാണം, അതുപോലെ തന്നെ നമ്മുടെ KSRTCയുടെ ഏതാണ് കാണുന്ന ബിൽഡിങ്. ഇപ്പോൾ മേളിൽ നമ്മളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ്. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ പച്ചപ്പ് നിറഞ്ഞ ടൗണുകൾ. കണ്ടോ, തിരുവല്ലയുടെ പ്രദേശമാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷേ ഫുള്ള് നല്ല പച്ചപ്പാണ്, കാട് കയറി വലിയ വനത്തിനുള്ളിൽ ചില ബിൽഡിങ് എന്നുള്ള രീതി. പക്ഷേ നമ്മൾ ആ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പം ഒരിക്കലും നമുക്ക് ഈ ഒരു ഫീലിങ് ഇല്ല. അപ്പം തിരുവല്ല മെഡിക്കൽ മിഷനിൽ നിന്നുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ്, ഒരു സൈഡ് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇനിയും 2 ദിവസം നമ്മളിവിടെ TMMൽ ഇങ്ങനെ ചെറിയൊരു മൈനർ സർജറിയോടനുബന്ധിച്ച് ഇവിടെ എത്തിയതാണ് നിഷ. അപ്പം ബാക്കി തിരുവല്ലയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോകും. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ മുകളിലത്തെ നില ഇങ്ങനെ പാർക്കിംഗ് ഒക്കെ ആസ്വദിച്ചപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. അതിന് വൈകിട്ട് നമ്മൾ ബട്ടർ ചിക്കൻ ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ ചപ്പാത്തി, ഇതാണ് വൈകിട്ടത്തെ ഫുഡ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിക്കാൻ പോവാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു സർജറിക്ക് വേണ്ടി നിഷ ഇവിടെ കൊണ്ടുവന്നു. അതുകൊണ്ട് കൂട്ടുകാരി അറിഞ്ഞ പാട് അങ്ങ് എറണാകുളത്ത് നിന്ന് അതുകൊണ്ട് രാവിലെ 2 കുടുങ്ങി വിട്ടു. നമ്മുടെ വേണ്ട സ്വന്തം ജോബിയും അൻസയും പിള്ളേരും എന്തൊക്കെയുണ്ട്. കേരളമൊക്കെ അടിപൊളിയല്ലേ, മഴയൊക്കെ തകർത്തില്ലേ. അപ്പം എന്തേണ്ട ഞങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള ഇവിടുത്തെ TMM ഹോസ്പിറ്റലിൻ്റെ ഫുഡാണ്. അത് കണ്ടോ, നല്ല അടിപൊളി പൊടിമീൻ ഫ്രൈയും മത്തി ഫ്രൈയും സാമ്പാർ എരിശ്ശേരി എന്തോ ഇതൊക്കെ, അച്ചാറ്, അവിയല്, എന്താ വേണ്ട മത്തി വറുത്തത്. എനിക്ക് വയ്യ. കണ്ടോ ഇവിടെ വയ്ക്കുക. വിഭവസമർത്ഥമായിട്ടുള്ള ഫുഡാണ്. നമ്മുടെ ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇപ്പോൾ ഇന്ന് ഡിസ്ചാർജാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലോട്ട് ഇനിയും പോവും. അങ്ങനെ ഇത് കണ്ടോ, തിരുവല്ലയുടെ മനോഹാരിതയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു 3-4 ദിവസം TMM ഹോസ്പിറ്റലിലായിരുന്നു. ഞങ്ങളെല്ലാവരും അങ്ങനെ നിഷയുടെ വീട്ടിൽ വീണ്ടും എത്തി. രണ്ടുപേരും അടിവളെ ഇവനെയോ നാട്ടിക്കേ കുഞ്ഞാലേ കയറി ആടാനറിയത്തില്ല. എന്താണ്ട് ഞങ്ങൾ നേരെ ഉപ്പാപ്പൻ്റെ വീട്ടിൽ ചെന്ന് ചക്ക വല്ലതും ഉണ്ടെങ്കിൽ അടിച്ച് മാറ്റാൻ പോവാണ്. എൻ്റെ അമ്മ തൂട്ടിക്കമ്പൊക്കെ ഇട്ട് പോകുന്നുണ്ട്. നോക്കട്ടെ, ചക്കയൊക്കെ വിളഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പറിച്ചുകൊണ്ട് പോകണം. അപ്പോൾ നാട്ടിൽ വന്നപ്പം നാട്ടിലെ വിഭവങ്ങൾ ചക്കയൊക്കെ വിളഞ്ഞതുണ്ടെന്ന് തോന്നുന്നതേ. ഇഷ്ടം പോലെ ചക്കയുണ്ട്. ഇനി അമ്മ ഞാൻ പറിക്കാം. ഏതാ വേണ്ടി? വേണ്ടേ, പഴുത്തുവാ ഇത്. നമ്മളങ്ങനെ ചക്ക ഒരെണ്ണം പറിക്കുകയാണ്. പഴുത്ത ഉണ്ടോ, പഴുത്ത ചക്ക. വരിക്കുകയാണോ? ആണ്ട മതിയോ? അങ്ങനെ ചക്ക നമ്മൾ പഴുത്ത ചക്കയാണ്. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കണത്. കണ്ടോ, നല്ല വരിക്കച്ചക്കയാണ്. അതുകൊണ്ട് ചക്കയൊക്കെ ലോഡ് ചെയ്തു. അങ്ങനെ പഴുത്ത ചക്ക ഒക്കെ കൊണ്ട് നമ്മൾ അങ്ങനെ വീണ്ടും വീട്ടിലോട്ട് തിരിക്കുകയാണ്. ഒരുത്തന്തേണ്ട ഊഞ്ഞാലയിൽ അനങ്ങാതിരിക്കുക. ആട്ടിത്തരണോടാ? ആട്ടിത്തരണോ? വേണ്ടേ, ചെറിയ ഓർമ്മകളൊക്കെ അൻസ ഇങ്ങനെ അയവിറക്കുകയാണ്. ഊഞ്ഞാലയിലൊക്കെ ആടി. എൻ്റെ അമ്മയൊന്ന് ആട്ടിക്കൊടുത്തടി. പൊട്ടത്തില്ല, പേടിക്കണ്ട, ഞങ്ങളൊക്കെ ആടിയതാ. അങ്ങനെ ഊഞ്ഞാലയിൽ അങ്ങനെ അൻസ ആടുകയാണ്. ഇപ്പം നാട്ടിൽ വന്നുള്ള സന്തോഷങ്ങൾ അങ്ങനെ ഞങ്ങളെല്ലാവരും
എടുക്കുകയാണ്. ആണ്ടേ ബാബാ പോവാം. അടുത്ത ദിക്കിലേക്കുള്ള യാത്രകൾ വീണ്ടും തിരിക്കുകയാണ്. വൈകുന്നേരം വീണ്ടും നമ്മൾ തട്ടുകട ഫുഡാണ്. അങ്ങനെ തട്ടുകടയിലെ ഫുഡുമായിട്ട് കഴിച്ച് ഞങ്ങളങ്ങനെ ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡും കഴിഞ്ഞ് നമ്മുടെ അൻസാമയൊക്കെ വീട്ടിലേക്ക് യാത്രയാകുകയാണ്. അപ്പോൾ അടുത്ത ഞങ്ങളുടെ നാടൻ കാഴ്ചയുമായിട്ട് ഉടൻ തന്നെ വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ. നല്ല അടിപൊളി കപ്പയൊക്കെ പറിച്ച് ലോഡ് ചെയ്ത് നമ്മളിനി ഇന്ന് വൈകിട്ട് നോക്കട്ടെ, ബീഫ് കിട്ടുകയാണ് നല്ല ഒന്നാം തരം പോത്തിറച്ചിയൊക്കെ മേടിച്ച് തകർക്കാൻ പോവാണ്.